ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് വീട്ടിൽ ആ കുട്ടിയുടെ ഉമ്മയും ഉപ്പയും ഒരു പ്രേമം പിടിക്കുന്നത്. ആ കുട്ടിക്ക് ഒരു പയ്യനുമായിട്ട് പ്രേമത്തിലായിരുന്നു. അങ്ങനെ ആ കുട്ടിയുടെ ബാഗിൽ നിന്നും ഒരു ഫോണ് കണ്ടു. അവളുടെ കയ്യിലില്ലാത്ത, ആ വീട്ടിലേതല്ലാത്ത ഒരു ഫോണ് ആ കുട്ടിയുടെ കയ്യിൽ കണ്ട് തുടർന്നുള്ള ചർച്ചയിൽ മനസ്സിലായി ആ കുട്ടി മറ്റൊരുത്തനുമായിട്ട്, നാട്ടിലുള്ള ഒരു പയ്യനുമായിട്ട് ഇഷ്ടത്തിലാണ്. അങ്ങനെ ഉമ്മയും ഉപ്പയും സമയമാകുമ്പോൾ ഇൻഷാ അല്ലാഹ് കെട്ടിച്ചു കൊടുക്കാൻ പറ്റുന്നതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അന്വേഷിക്കാൻ ഇറങ്ങുകയാണ്. അന്വേഷണത്തിൽ മനസ്സിലായി ഒരിക്കലും തൻ്റെ മകളെ മനോഹരമായി നോക്കുവാനോ അവൾക്ക് നല്ല ഒരു ദീനോട് കൂടിയിട്ടുള്ള ഒരു ജീവിതം നൽകുവാനോ കഴിയാത്ത ഒരു ആളാണ്. അവന്റെ കുടുംബ പശ്ചാത്തലവും അങ്ങനെയാണ് എന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടി അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. 8ാം ക്ലാസ് കഴിഞ്ഞു, 9ഉം 10ഉം കഴിഞ്ഞു, +1ഉം +2ഉം കഴിഞ്ഞ് എൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് ആ കുട്ടി ഏകദേശം ഡിഗ്രി സെക്കൻഡ് ഇയർ ആവാനുള്ള പ്രായമായിട്ടുണ്ട്. പക്ഷെ ഡിഗ്രിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ വീട്ടുകാർ പറഞ്ഞയച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം കൂടി വ്യക്തമാക്കാം. 8ാം ക്ലാസ്സിൽ നിന്നും അരുതേ എന്ന് പറഞ്ഞ് അവളെ ശാസിച്ച് നിർത്തിയിരുന്ന ആ കാരണം വീണ്ടും അവൾ 9ാം ക്ലാസ്സിൽ എത്തിയപ്പോഴത്തേക്കും തുടരുകയാണ്. 9ാം ക്ലാസ്സിൽ നിന്ന് വീണ്ടും അവളുടെ കയ്യിൽ നിന്നൊരു ഫോണ് വിളിച്ചു. ആ പയ്യൻ ഇതേ കക്ഷി കൊടുത്തയച്ച മറ്റൊരു ഫോണായിരുന്നു. അപ്പോഴത്തേക്ക് വീണ്ടും ഇവരുടെ സ്വഭാവത്തിലോ ഇവരുടെ രീതികളിലോ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് വാപ്പ വീണ്ടും അന്വേഷിക്കുകയാണ്. പക്ഷെ പഴയ പോലെ തന്നെ, പഴയ അതേ അവസ്ഥ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു അയാൾ. അവനൊരു മാറ്റം ഉണ്ടായിരുന്നില്ല അവരുടെ കുടുംബത്തിനും. അതെ, അങ്ങനെ 10ാം ക്ലാസ്സിൽ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം 6ഓ 7ഓ തവണ ആ കുട്ടിയുടെ ബാഗിൽ നിന്നും ശരീരത്തിൽ നിന്നും ഒക്കെ മൊബൈൽ ഫോൺ ഇവർ കാണുകയാണ്. +1 +2 കാലഘട്ടം ആ വീട്ടില് ഓരോ ദിവസവും ഓരോ ഫോൺ എന്ന രൂപത്തിലായിരുന്നു ആ കുട്ടിയുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചത്. അവസാനം ഉമ്മയപ്പയും ഒരുപാട് കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. അവരാൽ കഴിയുന്ന വിധേന ആ കുട്ടിയെ വേദനിപ്പിച്ചു നോക്കി, ശാസിച്ചു നോക്കി, ഒറ്റപ്പെടുത്തി നോക്കി. എല്ലാ രീതികളും ചെയ്തിട്ടും ആ കുട്ടിക്ക് മാറ്റമില്ല. എങ്ങനെയെങ്കിലും ഫോണ് ഈ കുട്ടിയുടെ കയ്യിൽ എത്തുകയാണ്. ഒടുവില് ഉമ്മയപ്പയും കണ്ടെത്തിയ ഒരു മാർഗമാണ്, ഫോണ് കയ്യിൽ ഉണ്ടായിക്കോട്ടെ, അതിൽ ചാർജ് ചെയ്താലല്ലേ, അതിൽ ചാർജ് ഉണ്ടെങ്കിലല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇവരുടെ ബുദ്ധിയിൽ ഒരു കാര്യം വരെയാണ്, ചാർജ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും വീട്ടിൽ നിന്നും അടച്ചു വയ്ക്കാം. ആ വീട്ടിലുള്ള എല്ലാ പ്ലഗുകളും എല്ലാ ചാർജിങ് ഹോൾഡേഴ്സുകളും അവര് ക്ലോസ് ചെയ്യണം. ആ കുട്ടിക്ക് ഒരിക്കലും തുറന്ന് അത് വീണ്ടും ചാർജ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ക്ലോസ് ചെയ്ത് വെക്കണം ആ വീട്ടിലെ ഗൃഹനാഥൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്, +1 മുതൽ ഈ കഴിഞ്ഞ 4 വർഷക്കാലം ആ വീട്ടില് ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഇല്ല. ചാർജ് ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകരണങ്ങളും ആ വീട്ടിലില്ല. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? എല്ലാവരും ഇവിടെ ഉണ്ടാ? ഒന്നാമത്തെ കാര്യം, നമ്മൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഇല്ലേ? ഞാൻ സ്റ്റേജ് മേൽ പോലും അല്ല, നിങ്ങളെ കൂടെ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങളിങ്ങനെ മസിൽ പിടിച്ച് ഉണ്ട കണ്ണും കാണിച്ചിരിക്കുമ്പോ എനിക്ക് തന്നെ ഒരു ബേജാറ്. തമ്പുരാൻ എവിടെ എന്താ സംഭവിക്കുന്നത് ഞാൻ തന്നെ ഓർത്തു പോവാണ്. നിങ്ങളെല്ലാവരുടെ കൂടെ വരുന്നുണ്ടല്ലോ, ഭയങ്കര രസമായിട്ട് കേട്ടാ മതി കേട്ടോ. ഇതൊന്നും നമ്മളെ പുറയിലൊക്കെ ഉള്ളത് തന്നെയാ അല്ലേ? അതാ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത്. നിങ്ങളെ പോലത്തെ ഒരു പെണ്ണ്, നിങ്ങളെ പോലെ ഞാനും ഭാര്യയാണ്, ഉമ്മയാണ്, മരുമോളാണ്, നാത്തൂര്, ഇളച്ചി, മൂത്തച്ചി, കുറെ വലിയ ഫാമിലിന്നാണ് ഞാൻ വരുന്നത്. ഞങ്ങളുടെ വീട്ടിൽ മാത്രം 13 മെമ്പേഴ്സ് സ്റ്റിൽ പ്രസന്റ് ആണ്. കുറെ പേര് ഗൾഫിലൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ ഈ റോളുകളൊക്കെ ചെയ്യുന്ന ഒരു നിങ്ങളെ പോലെയുള്ള ഒരു നാടൻ പെണ്ണാണ്. അപ്പൊ അതിന്നിങ്ങനെ ആറ്റി കുറുക്കിയെടുത്ത ചില അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെയാട്ടോ പറയണം. അപ്പൊ നിങ്ങൾ മസിൽ പിടിച്ചിരിക്കരുത്, റിലാക്സ് ആയിട്ടിരിക്കുക. ഓക്കെ, ശ്വാസമൊക്കെ വിട്ട് കൂളായിട്ടിരിക്കുക. അപ്പൊ ഈ വീട്ടിൽ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ നമ്മുടെ വീട്ടിൽ ഒരു ഇലക്ട്രോണിക് ഉപകരണവും ഇല്ലാതെ നമ്മള് നിൽക്കുന്നത്? ഗ്രൈൻഡർ ഇല്ലെങ്കിൽ ഞാനിപ്പോ ഈ പത്തൽ തിന്നുവോ അല്ലേ? നിങ്ങൾ ഇവിടെ എനിക്ക് വേണ്ടിട്ട് ഒരുക്കി വെച്ച് ഈ പത്തലും നെയ് പത്തലൊക്കെ ഗ്രൈൻഡറിലല്ലേ അരക്കുക. ഞങ്ങൾ അവിടെ പിന്നെ ഗ്രൈൻഡർ ഇല്ല, ഞങ്ങളൊക്കെ മിക്സിയിലാണ്. അതുപോലെ മില്ലിൽ പൊടിച്ച് കൊണ്ടുവരിക ചെയ്യൽ പൊടി, നൈസ്പത്തിരി ഉണ്ടാക്കാനുള്ള പൊടികളും പൊടിച്ച് കൊണ്ടുവരും അല്ലേ? ഓക്കെ. അപ്പൊ ഇതൊന്നും ഇല്ലാത്ത ഈ ഗ്രൈൻഡറും മിക്സിയും ഫ്രിഡ്ജും ഓവനും ഒന്നും ഇല്ലാത്ത ഒരു അടുക്കളയെ കുറിച്ച് അല്ലെങ്കിൽ ഒരു വീടിനെ കുറിച്ച് എത്രത്തോളം ഈ പുതിയ കാലഘട്ടത്തിൽ എനിക്കും നിങ്ങൾക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നുണ്ട്? ഒരു പക്ഷേ അത്
വളരെയധികം പ്രയാസമുള്ളൊരു കാര്യമായിരിക്കാം. പക്ഷേ ആ ഉമ്മയ്ക്ക് അതൊരു പ്രയാസമായിരുന്നില്ല. കൗൺസിലിംഗിന് വന്ന സമയത്ത് ഒരിക്കൽ പോലും ആ ഉമ്മ അനുഭവിച്ച പ്രയാസത്തെ കുറിച്ച് ആ ഉമ്മ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ? ഉമ്മ ആർക്ക് വേണ്ടിയാണ് പ്രയാസം അനുഭവിക്കുന്നത്? താൻ പ്രസവിച്ച് വളർത്തി വലുതാക്കിയ ഇപ്പോഴും ഇങ്ങനെ കിനാവ് കണ്ടുകൊണ്ടിരിക്കുന്ന തന്റെ പ്രതീക്ഷയായ പൊന്നോമന മകൾക്ക് വേണ്ടിയിട്ടാണ് ഉമ്മ ത്യാഗം സഹിക്കുന്നത്. അത് ഉമ്മക്കൊരു പ്രയാസമല്ല, അല്ലെ? അത് പ്രയാസമായിരുന്നുവെങ്കിൽ അന്ന് അനുഭവിച്ച വേദനയെ ചൊല്ലി ഇന്നും നമ്മൾ പരാതി പറയുമായിരുന്നു, അല്ലെ? എല്ലാരും പെറ്റവരല്ലേ? എല്ലാരും പെറ്റ ആളുകളാണ്. വേദന സഹിച്ചിട്ടില്ലേ? വേദനിക്കാതെ പ്രസവിച്ച ആരെങ്കിലും കണ്ണൂർ അഴീക്കോട് ഉണ്ടാ? ഇല്ല. ഇനിയിപ്പോ പ്രസവ വേദന സഹിക്കാതെ സിസേറിയനായി ഒരു ഓപ്പറേഷൻ അല്ലേ, വേദന സഹിച്ചിട്ടില്ലല്ലോ, അങ്ങനെയൊക്കെ പറയണ കേട്ടിട്ടുണ്ടാ? ഇല്ല, ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം എനിക്ക് 3 സുഖപ്രസവമല്ല, സുഖപ്രസവല്ലേ. അതുകൊണ്ട് അതിനെ സുഖപ്രസവം ഒന്നും മറ്റതിനെ സുഖപ്രസവം ഒന്നും വിളിക്കാത്തതും. കാരണം എന്താ? നമ്മുടെ ശരീരത്തില് സ്കിന്നിൽ മാത്രം 7 ലെയേഴ്സ് ഉണ്ട്. ആ 7 ലെയേഴ്സും ഒരു എഞ്ച് മുതൽ മറ്റേ എഞ്ച് വരെ കീറണം. മനസ്സിലായില്ലേ? ആ ലെയേഴ്സ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഇടയിൽ ഫേഷ്യാസ് ഉണ്ട്, ആ ഫേഷ്യ കീറണം. അത് കഴിഞ്ഞ പിന്നെ പേശി ഉണ്ട്, മസിൽ, ആ മസിൽ കീറണം. ആ മസിലും കഴിഞ്ഞിട്ടാണ് ഗർഭപാത്രത്തിലേക്ക് എത്തുള്ളൂ പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ, ഇല്ലേ? എന്നിട്ടാണ് ഗർഭപാത്രം കീറുക. ഗർഭപാത്രം കീറുമ്പോഴാണ് കുഞ്ഞിരിക്കുന്ന ആംനിയോട്ടിക് സാക്ക് കാണുക. പിന്നെ ആ ആംനിയോട്ടിക് സാക്കും കീറണം. ഇതൊക്കെ കീറിയിട്ടാണ് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുന്നത്. അപ്പൊ സുഖപ്രസവം ഏതാ? 2 സുഖമില്ല, അല്ലെ? ആരെയും ആ പേര് കൊടുത്തെന്നല്ലേ നമ്മൾ ആലോചിക്കണേ. ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ആരെയും ആ പേര് കൊടുത്തു എന്ന്. എങ്ങനെയോ വന്നു പോയൊരു പേര്. ഇത്രയേറെ വേദന സഹിച്ച് കീറി മുറിച്ചിട്ടാ മതിയോ? അത് കൂട്ടി തുന്നിയോ വേണ്ടേ? മൂപ്പരെ എടുത്തു കഴിഞ്ഞിട്ട് പഴയ പോലെ ആക്കും വേണം, അല്ലേ? ഈ കണ്ട ലെയേഴ്സ് ഒക്കെ ഫ്യൂച്ചർ ചെയ്ത് തുന്നി കൂട്ടി അവിടെ വെച്ച് കഴിഞ്ഞ് 8 മണിക്കൂറാണ് അനാൻസീജിയ ഉണ്ടാവുള്ളൂ. പെയിൻ കില്ലറിന്റെ വേദന സംഹാരിയുടെ ഡോസ് മാക്സിമം 8 മണിക്കൂർ. 8 മണിക്കൂറൊക്കെയാണ് ഐസിയുവിൽ കിടക്കുക. അതുവരെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. 2 hours ആണ്, 2 മണിക്കൂറാണ് പ്രൊസീജിയർ. കഴിഞ്ഞാൽ പിന്നെ 2 മണിക്കൂർ കൂടെ നമ്മള് ആ വേദന ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോഴത്തേന് ഇങ്ങനെ വരാൻ തുടങ്ങി. എന്ത്? സുഖപ്രസവത്തിന്റെ വേദന, ഇല്ലേ? സുഖപ്രസവത്തിന്റെ വേദന അത് കഴിയുമ്പോഴത്തേന് ഐസിയുവിൽ കിടക്കുന്ന സമയമാകുമ്പോഴത്തേന് വന്നു തുടങ്ങും പ്രിയപ്പെട്ടവരെ. അതിന്റെ ഇടക്കാണ് കുട്ടിനെ കൊണ്ട് നഴ്സ് വരിക, പാല് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. പാല് കുടിക്കുമ്പോ കുട്ടി വലിച്ച് പാല് കുടിക്കുമ്പോ ഒരു വേദന വരാനുണ്ട് സ്റ്റിച്ചിന്, ഇല്ലേ? അപ്പൊ ഉമ്മ പറയും, ഉണങ്ങാണ് മോളേന്ന്. ഞാൻ പഠിച്ച മെഡിക്കൽ സയൻസിൽ അങ്ങനെ ഒരു ഉണക്കില്ല. ആദ്യത്തെ പ്രസവം ഡോക്ടർ അവൻ പഠിക്കുന്ന സമയത്തായതുകൊണ്ട് ഉമ്മാനോട് തിരിച്ച്, ഉമ്മച്ചി എങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ലല്ലോ എന്ന് പറയാൻ പറ്റിയില്ല. പക്ഷെ 2ലും 3ലും ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ അത് ഉണങ്ങാനല്ല, നിന്നെ പറഞ്ഞ് പറ്റിക്കരുത്, അല്ലേ? നമ്മളെ പറഞ്ഞ് പറ്റിക്ക. വേദന സഹിക്കുമ്പോ കണ്ണീര് വരാൻ പാടില്ല. കാരണം എന്താ? അത് ഉണങ്ങാനല്ലേ എന്ന് പറയുമ്പോ, അത് ഉണങ്ങാനല്ല. കുഞ്ഞ് പാല് കുടിക്കുമ്പോൾ സംഭവിക്കുന്ന ഹോർമോണൽ വേരിയേഷൻസ് കാരണം ഉണ്ടാകുന്ന പെയിനാണ്. ഇത്രയേറെ വേദന സഹിച്ചവൾ ഒരിക്കൽ പോലും ഞാൻ എന്റെ കുട്ടിക്ക് വേണ്ടി, ഞാൻ നിനക്ക് വേണ്ടി വേദന സഹിച്ചില്ലേ അന്ന് നമ്മൾ പരാതി പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ ഈ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊന്നും ഒരു ഉമ്മാക്കും പരാതിയില്ല, ഒരു ഉമ്മാക്കും പ്രയാസമല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ പോലെയുള്ള ആ ഉമ്മയും ഇതിൽ പരാതി പറഞ്ഞിട്ടില്ല. തനത് പ്രാചീനമായ രൂപത്തിലേക്ക് ആ വീട് മാറിയിട്ടുണ്ടായിരുന്നു. അമ്മയിൽ അരച്ചും, അല്ലെ, കല്ലിൽ ഇടിച്ചും ഒക്കെ ആ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. എന്നിട്ട് പോലും അവര് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, എൻ്റെ അടുത്ത് ക്ലിനിക്കിലേക്ക് കൊണ്ടുവരുമ്പോ വീണ്ടും അവളുടെ കയ്യിൽ ഫോണുമായിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പൊ എങ്ങനെ അവൾ ഫോൺ ചാർജ് ചെയ്തു, എങ്ങനെ ഫോൺ പിടിച്ചു? അവളുടെ കഴിവിന്റെ പരമാവധി അവൾ ഫോൺ ഹൈഡ് ചെയ്ത് വെച്ചു. പക്ഷേ ഫോൺ കിട്ടിയത് എങ്ങനെയാണെന്നറിയോ? അവൾക്ക് ഒരു ഗൈനക്കോളജിക്കൽ ഡിസീസ് വന്നു. അങ്ങനെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവളെ കൊണ്ടുപോവാണ്. ഗൈനക്കോളജിസ്റ്റ് ഇന്റേണൽ എക്സാമിനേഷൻ നടത്താൻ വേണ്ടിയിട്ട് അവളെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ്, അവളുടെ ഡ്രസ്സ് ഔട്ട് ചെയ്ത സമയത്താണ് അവളുടെ ശരീരത്തിൽ നിന്നും ഈ ഫോണ് കിട്ടുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഗൈനക്കോളജിസ്റ്റിനാണ് അവളുടെ ഫോൺ ലഭിക്കുന്നത് അവളുടെ ശരീരത്തിൽ നിന്നും. അങ്ങനെ അവൾ അവളുടെ ശരീരത്തിൽ ഫോൺ ഒളിപ്പിച്ചു വെച്ചു. ഇത് അമേരിക്കയിലും ചൈനയിലും അല്ലട്ടാ,
നമ്മുടെ കൊച്ചു കേരളത്തിലെ എന്റെ മലപ്പുറം ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശത്ത് നടന്നൊരു സംഭവമാണ്. ഈ കുട്ടി എങ്ങനെ ചാർജ് ചെയ്തു ഫോണ്? കുട്ടി ഫോൺ ചാർജ് ചെയ്തത് ഈ ചെക്കൻ ഫോൺ കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഫോൺ അവൻ രാത്രി വന്നിട്ട് നമ്മളെ എയർ ഹോൾ ഉണ്ടാവുമല്ലോ ചുമരിന്റെ മുകളിൽ, അവിടെ വെക്കുക ചെയ്യാറ്. ഈ പെൺകുട്ടി അത് ഒന്നുകിൽ ഫ്ലഷ് ടാങ്കിന്റെ സൈഡിൽ ഉള്ളിലാക്കിയിട്ട് ഒളിപ്പിച്ച് വെക്കും, പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിട്ട് ഫ്ലഷ് ടാങ്കിന്റെ ഉള്ളിലാക്കിയിട്ട് ഒളിപ്പിച്ച് വെക്കും, അല്ലെങ്കിൽ ശരീരത്തിൽ ഇതുപോലെ ഒളിപ്പിച്ച് വെക്കും. ചാർജ് ചെയ്യുന്നത് ഇത് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ അവന് കുറച്ച് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ആ പെണ്ണിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾ ഇത് ഉപയോഗിച്ചിട്ട് ഈ പ്ലഗ്, ചാർജ് ചെയ്യുന്ന പ്ലഗ് മുഴുവനായി ആണി ഊരി മാറ്റി അതിന്റെ അകത്ത് വെച്ചിട്ടാണ് ഫോണ് ചാർജ് ചെയ്തത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്രയും ബുദ്ധി വൈഭവത്തോടെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ അതിനെ കുറിച്ച് ഒരുപാട് ചിന്തിച്ചു ആ ദിവസം. ഇതെങ്ങനെ ചെയ്യുന്നു? ടെക്നോളജി വൈസ് അത്രയേറെ അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ കുട്ടികൾ, അല്ലേ? അത് നമ്മൾ മനസ്സിലാക്കണം, അത്രയും അഡ്വാൻസ്ഡ് ആണ് ടെക്നോളജി വൈസ്. സോ ഈ കുട്ടി ഈ രൂപത്തില് മൊബൈലിൽ ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണ്, യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ കുട്ടിയെ കൗൺസിലിങ്ങിന് വരുമ്പോ ഈ രൂപത്തിലുള്ള ഇതൊരു അനുഭവമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറഞ്ഞതെങ്കിൽ ഇതുപോലെയുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള അനവധി അനുഭവങ്ങളാണ് മുമ്പിൽ വരാം. ഇങ്ങനെ വരുന്ന കുട്ടികൾ ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഇത്തരം ഒരിക്കലും കെട്ടിച്ചു കൊടുക്കാനോ അവരുടെ കൂടെ മക്കളെ ധൈര്യത്തോടെ പറഞ്ഞയക്കാനോ കഴിയാത്ത ബന്ധങ്ങളുമായിട്ട് പാരന്റ്സ് വരുമ്പോ ആ പാരന്റ്സിന്റെ കൂടെ തന്നെയാണ് നമ്മൾ നിൽക്കുക. തീർച്ചയായിട്ടും ഈ മക്കളെ ആ ചതിക്കുഴികളിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ ഒരു ഭാഗം അഥവാ കൗൺസിലിംഗ് കൊടുക്കുന്നതിന്റെ ഒരു ഭാഗമാണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും പ്രയാസം ഉണ്ടാക്കുന്ന, അവരുടെ ഉള്ളിൽ അവരുടെ മനസ്സിനുള്ളിൽ ഏറ്റവും സങ്കടം തോന്നിപ്പിക്കുന്ന ആ മുഖങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുക എന്ന് പറയുന്നത്. ആ നമ്മുടെ ഉള്ളിൽ ഏറ്റവും സങ്കടം ഉണ്ടാക്കുന്ന രണ്ട് മുഖങ്ങൾ, അല്ലെങ്കിൽ അവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് സങ്കടം വരുന്ന രണ്ട് മുഖങ്ങൾ ആരാ? ഉമ്മയല്ലേ? ഒന്നാമത്തെ ആൾ ഉമ്മയല്ലേ? രണ്ടാമത്തെ ആൾ ഉപ്പേ അല്ലെ? അത് ഉമ്മയും ഉപ്പയും തന്നെയാ. അവരെ കുറിച്ച് പറയുമ്പോഴത്തേന് നമ്മുടെ ഉള്ളില് വല്ലാത്തൊരു വിങ്ങലും ഇത് വരൂല്ലേ? ഇന്നലെ ഇതുപോലെ മിനിയാണെന്ന് തോന്നുന്നു, എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയ ഒരു അനുഭവം ഞാന് ഒരു പുസ്തകത്തിൽ വായിച്ചതാ. ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, മിടുക്കനായിരുന്നു പഠിക്കാനൊക്കെ, അങ്ങനെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി വലിയ ഡോക്ടറൊക്കെ ആക്കി. ഒരു ദിവസം ഡോക്ടർ വീട്ടിലൊരു പട്ടിയുണ്ട്. ആ പട്ടീനെ കാണാനില്ലാതെയായി. പട്ടീനെ കാണാനില്ല. മൂപ്പര് എന്ത് ചെയ്തു? പത്രത്തില് പരസ്യം കൊടുക്കുകയാണ്, പട്ടിയെ കാണാനില്ല, പട്ടിയുടെ ഫോട്ടോ വെച്ചിട്ട്. അപ്പോ കിട്ടുന്നവർ ഉടനെ തിരിച്ചേൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് താഴെ ഫോൺ നമ്പർ ഉണ്ട്, പട്ടിയുടെ ഒരു ഫോട്ടോ ഉണ്ട്, പാരിതോഷികം മികച്ച പാരിതോഷികം നൽകുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വർടൈസ്മെന്റ് പത്രത്തിൽ കൊടുക്കുകയാണ്. അടുത്ത ദിവസം ഒരു വൃദ്ധസദനത്തിൽ നിന്ന് കോള് വന്നു. വൃദ്ധസദനത്തിൽ നിന്ന് കോള് വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പട്ടിയും അമ്മയും ഇവിടെ ഉണ്ട്, നിങ്ങളുടെ പട്ടിയും അമ്മയും ഇവിടെ ഉണ്ട് എന്ന്. നിങ്ങൾക്ക് പട്ടിനെ വേണമെങ്കിൽ കൊണ്ടുപോവാം, ഇവിടെ ഉണ്ട്, വന്ന് കൊണ്ടുപോയിക്കോളും. മനസ്സിലായല്ലോ അല്ലെ? ആ പട്ടിക്ക് അമ്മയോട് തോന്നിയ സ്നേഹം പോലും ഈ മകന് ആ അമ്മയോട് തോന്നിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവരെ, അത് വായിച്ച് കുറേ സമയം വിഷമം ഉണ്ടായിരുന്നു ഉള്ളില്. കുറേ സമയം ഇങ്ങനെ ആ ഒരു മിന്നൽ ഇങ്ങനെ തളം കിട്ടി ഇങ്ങനെ നിന്ന് വൈകുന്നേരം വരെ. അപ്പൊ നമ്മളേക്ക് ഉള്ളില് നമ്മളേക്ക് ഇങ്ങനെ ഇമോഷണൽ ആക്കുന്ന രണ്ട് മുഖങ്ങളാണ്, ഉമ്മ ഉപ്പ. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ അടുത്തും ആ കുട്ടിയുടെ ഉമ്മയെ കുറിച്ച് ആ കുട്ടിയുടെ ഉപ്പയെ കുറിച്ച് ഈ കണ്ട ത്യാഗങ്ങളെല്ലാം സഹിച്ച് വളർത്തി വലുതാക്കിയ പ്രതീക്ഷകളോടെ കണ്ടും നട്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന ആ ഉമ്മയെയും ഉപ്പയെയും അവളുടെ കുടുംബത്തെ കുറിച്ചും അവളുടെ ഭാവി ജീവിതത്തെ കുറിച്ചും ഇങ്ങനെ പറയുന്നതിന്റെ ഇടക്ക് ഇതാണ് നമ്മള് ഇങ്ങനെ മുറിച്ചെടുക്കേണ്ട ഭാഗം. ഇനി ഇതാണ് കേട്ടോ, കഥയൊക്കെ മാറ്റി വെച്ചിട്ട് മുറിച്ചെടുക്കേണ്ട ഭാഗം ഇതാണ്. ഇത്രയൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഇടയിൽ അവളിങ്ങനെ തല ചൊറിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, ഇത് കേൾക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ കുട്ടിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അവിടെ ഇവിടെ ചൊറിഞ്ഞു മാതിരിയാണ് നമ്മളെ മുമ്പിൽ ഇരിക്കുക. അതെങ്ങനെയെങ്കിലും 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിച്ചു കൂട്ടണല്ലോ എന്നുള്ള ഭാവത്തില്. പക്ഷെ പോകുമ്പോ ഉള്ളിൻ്റെ ഉള്ളില് ഒരു സ്പാർക്ക് ഉണ്ടായിട്ടുണ്ടാവും. ആ സ്പാർക്ക് ഒരു വലിയ തീ ഉണ്ടാക്കും. ആ തീയിൽ ഒരു പക്ഷെ അവരുടെ നല്ല ബുദ്ധി വെന്ത് അത് അവരുടെ ഊട്ടുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ ഇവളിങ്ങനെ തലയിലൊക്കെ മാറ്റി ചൊറിഞ്ഞിരിക്കുക. എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, അല്ല എൻ്റെ ഡോക്ടറെ,
എന്തിനാണ് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ട്, നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മളെ ഇഷ്ടങ്ങൾ നമ്മൾ ഇല്ലാണ്ടാക്കണേ എന്ന്. നമ്മളെ ഇഷ്ടങ്ങളെ എന്തിനാ നമ്മളെ ഉമ്മാക്കും പാപ്പാക്കും കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇല്ലാണ്ടാക്കണേ? ഞാനൊരു ഇൻഡിവിജ്വൽ അല്ലേ, 18 വയസ്സ് കഴിഞ്ഞു, ഞാനൊരു യുണീക്ക് പേഴ്സൺ അല്ലേ, എന്തിനാ ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കണേ? ഊതി 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 വിറപ്പിച്ച ബലൂൺമേ അവസാനം ഒരു മുട്ടുസൂചിയുടെ കുത്തി എങ്ങനെ ഉണ്ടാവും? എങ്ങനെ ഉണ്ടാവും? മനസ്സിലെല്ലാവരും കാണുന്നുണ്ടോ? കാറ്റഴിഞ്ഞ് അതങ്ങ് താഴെ പോവും അല്ലേ, പാറി അതങ്ങ് താഴെ വീണു. ആ ഒരവസ്ഥയായി ഈ ഒരു ചോദ്യത്തിലുണ്ട്. എന്തിനാണ് എന്റെ കുടുംബത്തിനു വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ സങ്കടം പേറുന്നത്, അല്ലെങ്കിൽ എന്റെ ആനന്ദങ്ങളെ, എന്റെ എൻജോയ്മെന്റ്സിനെ ഇല്ലാതെയാക്കണെന്ന് ചോദിച്ച ഒരു കുട്ടിയല്ല, ഒരുപാട് കുട്ടികൾ. ഇനി രണ്ടാമത്തെ അനുഭവം കൂടെ, നമ്മള് കൂടുതൽ പെണ്ണുങ്ങളല്ല, പെൺകുട്ടികളെ മാത്രം പറഞ്ഞു എന്നുള്ള പരാതി വേണ്ട, ഒരു ആൺകുട്ടിയുടെ അനുഭവം കൂടെ പറയാം. ഒരു മോനെ കൊണ്ടുവന്നത് അവന്റെ സ്വഭാവ വൈകല്യാണ്, പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. എന്താന്ന് വെച്ചാൽ മൂപ്പർക്ക് ഭയങ്കര ദേഷ്യം വെച്ച് കഴിഞ്ഞാല് അവൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അവന് നൽകൂല, അല്ലെങ്കിൽ കിട്ടൂല, അല്ലെങ്കിൽ അവനത് തരൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉടനെ അവന് ദേഷ്യം. ഒരു പക്ഷെ ദൈനംദിന ജീവിതത്തില് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള്, കുളിക്കുക, വൃത്തിയായിട്ട് നടക്കുക, നിസ്കരിക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവന്റെ അടുത്ത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവന് ദേഷ്യം വരാൻ തുടങ്ങും. അതുമല്ലെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട്ടിലെ ബൈക്ക് എടുത്ത്, 18 വയസ്സായിട്ടില്ല, വീട്ടിലെ ബൈക്ക് എടുത്ത് പുറത്തു പോവുക, അല്ലെങ്കിൽ പല വണ്ടി എടുത്ത് പുറത്തു പോവുക, അതുമല്ല എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇതിനൊക്കെ അവൻ നിർബന്ധിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് അരുതേ എന്ന് പറയുന്ന സമയത്ത് ഇവന് ദേഷ്യം വരും. ഒരു പക്ഷേ അതൊരു നോർമലായിട്ട് നമുക്ക് കാണാം ദേഷ്യം എന്ന് പറയുന്നത്. പക്ഷെ അവന്റെ ദേഷ്യം അങ്ങനെ ആയിരുന്നില്ല. അവന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നുകിലും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും, അതുമല്ല എങ്കിൽ അവന് വീട്ടിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കള് എറിഞ്ഞുടയ്ക്കും, നശിപ്പിക്കും. അതുമല്ല എങ്കിൽ അവനെ തന്നെ വേദനിപ്പിക്കും. മുഷ്ടി ചുരുട്ടിയിട്ട് ചുമരിലിരിക്കുക, അതും അല്ലെങ്കിൽ നെറ്റ് വന്നിട്ട് ചുമരിലിരിക്കുക, അതുമല്ല എന്നുണ്ടെങ്കിൽ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കളൊക്കെ എടുത്തിട്ട് അവന്റെ ശരീരത്തിൽ മുറിവാക്കുക. ഇങ്ങനെയൊക്കെ അവന്റെ ദേഷ്യം അവനെയും അവന്റെ ചുറ്റുമുള്ള ആളുകളെയും വളരെ മോശമായി ബാധിക്കുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്. ദേഷ്യത്തെ എപ്പോ ചികിത്സിക്കണമെന്ന് ചില പാരന്റ്സ് ഒക്കെ ചോദിക്കാറുണ്ട്. അതിനുള്ള ഉത്തരം അങ്ങനെയാണ്. ദേഷ്യം ഒരു പക്ഷെ അത് മാനുഷികമായ ഒരു വികാരം തന്നെയാണ്, പക്ഷെ അത് എപ്പോ ചികിത്സിക്കണം, അതിനെ എപ്പോ നമ്മൾ നിയന്ത്രിക്കണം എന്ന ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെയാണ്? അത് എന്നെയോ, എന്റെ ദേഷ്യം എന്നെ തന്നെയോ എന്റെ ചുറ്റുമുള്ളവരെയോ സാരമായി ബാധിക്കുന്നുണ്ട് എങ്കിൽ അവിടെ ചികിത്സിക്കണം. അവിടെ ഞാൻ ചിന്തിക്കേണ്ടതുണ്ട്, ഇതിനൊരു പരിഹാരം വേണമല്ലോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവര് അതിന്റെ തുടക്കത്തില് സ്കൂളിലുള്ള കൗൺസിലേഴ്സിനെയൊക്കെ കാണിച്ചു, കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു. പക്ഷെ കുറച്ചും കൂടെ ആഴത്തിലുള്ള ചികിത്സ, സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് കുഞ്ഞിന് വേണം എന്ന തിരിച്ചറിവിൽ നിന്നാണ് അവർ ക്ലിനിക്കിലേക്ക് കൗൺസിലിംഗിന് വരുന്നത്. ഇങ്ങനെ വന്ന് ഇവന്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോ കുറച്ച് നേരത്തെ സംസാരത്തിന് ശേഷം ഞാൻ അവന്റെ ഉമ്മനെ വിളിച്ചിട്ട് പ്രിസ്ക്രിപ്ഷനിൽ ഞാൻ എഴുതി കൊടുക്കുകയാണ്. എഴുതുന്നതിന്റെ ഇടയിൽ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളെ മോന് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതൊന്ന് ടെസ്റ്റ് ചെയ്യണം, നമുക്കതൊന്ന് ഏതൊക്കെയാണ് ഡ്രഗ്സ് എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബ്ലഡ് ടെസ്റ്റ് ഒന്ന് ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വരണം എന്നിങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന്റെ ഇടയിൽ ആ ഉമ്മ ചേർന്ന് എഴുന്നേറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ എന്റെ കുട്ടീനെ ഞാൻ കൊണ്ടുവന്നത് ഇതിനല്ല, എന്റെ കുട്ടി ഡ്രഗ്സ് യൂസ് ചെയ്യുന്നില്ല, അത് എനിക്കറിയാം, എന്റെ കുട്ടീനെ ഞാൻ കൊണ്ടുവന്നത് സ്വഭാവ പ്രശ്നത്തിന്, അവന് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട്, അത് മാറ്റാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് എന്റെ കുട്ടി മയക്കുമരുന്നും കഞ്ചാവൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ, നിങ്ങളെ ഡയഗ്നോസിസ് തെറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ പാരന്റൽ കൺസേൺ ഇല്ല എങ്കിൽ നമുക്കത് ചെയ്യാനുള്ള അവകാശമില്ല. ഞാനത് പ്രിസ്ക്രിപ്ഷൻ മടക്കി വെച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, ഇൻഷാ അല്ലാഹ് 2 ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ കൊണ്ടുവരിക, നമ്മൾ കൗൺസിലിംഗ് എത്രത്തോളം അവര് കോപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞേക്കുമ്പോ റൂമിൽ നിന്ന് പുറത്തു വന്നതിന്റെ മുമ്പേ ഒന്നുകൂടെ ഉള്ളിൽ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അവരുടെ ബാഗിൽ നിന്നും ഒരു സാധനം എടുത്തിട്ട് എന്റെ കയ്യിൽ തന്നു. എന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ ഈ ടിഷ്യൂ പേപ്പർ ഓന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഈ ടിഷ്യൂ പേപ്പർ ഓന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാണ് എന്ന് വളരെ നർമ്മത്തോട് കൂടിയിട്ട് ഒരു മന്ദഹാസ മുഖത്ത് ഇങ്ങനെ വിരിഞ്ഞു വെച്ചുകൊണ്ട് ആ ഉമ്മ എൻ്റെ അടുത്ത് വളരെ സന്തോഷത്തോടെയാണ് അത് പറഞ്ഞത്. ഞാൻ ആ ടിഷ്യൂ പേപ്പർ ഒന്ന് നോക്കി ആ ഉമ്മയുടെ അടുത്ത് വീണ്ടും ചെയറിൽ ഇരിക്കാൻ പറഞ്ഞു. ഉടനെ തന്നെ ആ ടിഷ്യൂ പേപ്പർ കണ്ട സമയത്ത് എനിക്കത് മനസ്സിലായി എന്താണ്
എന്നാലും ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഞാനത് ഫോട്ടോ എടുത്ത് നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവർക്ക് ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ തന്നെ റിപ്ലൈ വരികയും ചെയ്തു. ഞാൻ ഈ സ്ത്രീയുടെ അടുത്ത് വെച്ചിട്ട് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, ഒരു ദിവസം അവന്റെ പാന്റിൽ നിന്നും എനിക്ക് കിട്ടിയതാണ് ഈ ഒരു പേപ്പർ. ഒരു യെല്ലോയിഷ് വൈറ്റ് കളറുള്ള ഒരു പേപ്പറാണ്, വളരെ തിന്നായിട്ടുള്ള, വളരെ നൈസ് ആയിട്ടുള്ള, നമ്മുടെയൊക്കെ ടിഷ്യൂ പേപ്പറിനേക്കാളും തിന്നായിട്ടുള്ള ഒരു പേപ്പറാണ്. അപ്പൊ ഇത് അവന്റെ പോക്കറ്റിൽ കിട്ടിയ സമയത്ത് അതൊരു ബ്ലൂ കളർ ബോക്സിലാണുള്ളത്. കിട്ടിയ സമയത്ത് എന്റെ ഉമ്മ ചോദിച്ചു, നമ്മളൊക്കെ മക്കളോട് ചോദിക്കുന്ന പോലെ ആ ഉമ്മയെ ചോദിച്ചു, അല്ല മോനെ ഇതെന്താ സാധനം എന്താ? ഓൻ പറഞ്ഞു, ഉമ്മച്ചി അത് ടിഷ്യൂ പേപ്പർ അതിൽ കണ്ടാൽ മനസ്സിലാവില്ലേ, സ്കൂളിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ എന്റെ കൈയൊക്കെ ഒന്ന് തുടക്കാൻ വേണ്ടിയിട്ട് നല്ല സ്മെല്ല് ഉണ്ടാവും, അത് തുടച്ചു കഴിഞ്ഞാൽ ഉമ്മ മണത്ത് നോക്കിയെന്ന്. ഉമ്മ മണത്ത് നോക്കി, നല്ലൊരു മണമൊക്കെ ഉണ്ടായിരുന്നു അതിന്. വീണ്ടും ഉമ്മ എന്ത് ചെയ്തു, അവന്റെ പോക്കറ്റിലേക്ക് അത് ഇടുന്നതിന് പകരം ഉമ്മക്ക് തോന്നി ഉമ്മാന്റെ ബാഗിൽ വെക്കാണ്. ഉമ്മ അത് നേരെ ഉമ്മയുടെ ബാഗിൽ വെച്ചു. അങ്ങനെയാണ് അവരത് എനിക്ക് കാണിച്ചു തരുന്നത്. അത് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോളിംഗ് പേപ്പർ ആയിരുന്നു. റോളിംഗ് പേപ്പർ എന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? റോളിംഗ് പേപ്പർ അറിയുന്ന ഏതെങ്കിലും അമ്മമാരുണ്ടോ? ഉണ്ടോ? അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ വെക്കുക. ഇല്ല, ആർക്കും അറിയില്ല അല്ലെ? നമുക്കൊക്കെ കുട്ടികളില്ലേ? ആൺകുട്ടികളുണ്ടോ പെൺകുട്ടികളുണ്ടോ? ആൺകുട്ടികളുണ്ടോ എന്ന് ആരും ചോദിക്കാൻ കാരണം ആൺകുട്ടികൾ മാത്രമേ ഇത് ഉപയോഗിക്കുക എന്നുള്ള ചിന്തയല്ല കേട്ടാ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ MDMA യൂസ് ചെയ്യുന്നത് ആരെന്നറിയോ? പെൺകുട്ടികളാണ്. പെൺകുട്ടികളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ MDMA യൂസ് ചെയ്യുന്നത്. അപ്പൊ അതും കൂടെ ഞാൻ പെണ്ണായിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്, മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. നമുക്കൊക്കെ മക്കളുണ്ട്. ഈ റോളിംഗ് പേപ്പർ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ടിഷ്യൂ പേപ്പർ പോലെയാണ്. നമ്മൾ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ടിഷ്യൂ പേപ്പർ നമ്മളെ നിഷ്പ്രയാസം വഞ്ചിക്കാൻ പറ്റും. ടിഷ്യൂ പേപ്പറിന് പോലെ തന്നെ ഒരു പേപ്പറാണ്. പക്ഷേ ഈ പേപ്പർ ഉണ്ടാക്കുന്നത് മരത്തിന്റെ പൾപ്പ് കൊണ്ടാണ്. നല്ല സാധനമല്ലേ, മരത്തിന്റെ പൾപ്പാണ്. പക്ഷേ ഈ മരത്തിന്റെ പൾപ്പിൽ ആഡ് ചെയ്യുന്ന ഏകദേശം 20 മുതൽ 25 വരെ വരുന്ന മെറ്റൽസ് ഉണ്ട്. കോപ്പർ പോലെയുള്ള ഹൈലി ടോക്സിക് ആയിട്ടുള്ള മെറ്റലുകൾ. ഈ മെറ്റലുകളും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ആ പേപ്പർ ഉണ്ടാക്കുക. ഈ പേപ്പർ എന്തിനാ ഉപയോഗിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നാർക്കോട്ടിക് ഉൽപ്പന്നങ്ങൾ അഥവാ ലഹരി ഉണ്ടാക്കുന്ന പൗഡർ അല്ലെങ്കിൽ ക്രിസ്റ്റൽ അതുപോലെയുള്ള ഉണങ്ങിയ രൂപത്തിലൊക്കെയുള്ള സിന്തറ്റിക് ആവാം അല്ലെങ്കിൽ നാച്ചുറൽ ആവാം, ഇങ്ങനെയൊക്കെ കിട്ടുന്ന ലഹരി ഉണ്ടാക്കുന്ന കഞ്ചാവ്, MDMA ഒക്കെ പോലെയുള്ള കുറെ മെറ്റീരിയൽസ് ഉണ്ട്. ഇങ്ങനെയുള്ള നാർക്കോട്ടിക് പ്രോഡക്ട്സ് അത് അതിനകത്തിട്ടിട്ട് ഇത് ചുരുട്ടും. ഇത് ചുരുട്ടിയിട്ട് പുകച്ച് വലിക്കുന്നവരുണ്ട്, സിഗരറ്റ് പോലെ വലിക്കുന്നവരുണ്ട്, അതും അല്ലാതെ മടക്കി വിഴുങ്ങുന്നവരുണ്ട്, അത് കഴിക്കുന്നവരുണ്ട്. പല രൂപത്തിലുമാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുക. ഇത് അങ്ങേയറ്റം ലഹരി ഉണ്ടാക്കുന്ന ഒരു പദാർത്ഥമാണ്. ഇനിയിപ്പോ നാർക്കോട്ടിക് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാൻ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക, കഞ്ചാവ് MDMA ഒന്നും കിട്ടിയില്ല, നിക്കോട്ടിൻ ഒന്നും കിട്ടില്ല എന്ന് വിചാരിക്കുക. അത് ജസ്റ്റ് ആ പേപ്പർ മാത്രം ചുരുട്ടി കഴിക്കുന്നവരുണ്ട്, ആ പേപ്പർ മാത്രം കത്തിച്ച് വലിക്കുന്നവരുണ്ട്. അപ്പൊ ഇത് വളരെ നിഷ്പ്രയാസം നമ്മുടെ മക്കളുടെയൊക്കെ കൈകളിൽ എത്തുന്ന ഒരു സാധനമാണ്. ഒന്നാമത്തെ കാര്യം ടിഷ്യൂ പേപ്പർ തന്നെയാണെന്ന് നമ്മൾ വിചാരിക്കുള്ളൂ. കുറച്ചൊരു മഞ്ഞ കളർ ഉണ്ടാവുമെന്ന് മാത്രം, ടിഷ്യൂ പേപ്പർ ആണെന്ന് മാത്രമേ നമ്മൾ വിചാരിക്കുള്ളൂ. പക്ഷെ നിഷ്പ്രയാസം അത് നമ്മുടെയൊക്കെ മക്കളുടെ നമ്മുടെയൊക്കെ ഇടയിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന ഒരു സാധനമാണ്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം അതിനെ കുറിച്ച്. ഇതെന്താണ്, എന്റെ കുട്ടി ഒരിക്കലും ഉണ്ടാവില്ല അല്ലെ, നമ്മളൊരു വിശ്വാസമാണല്ലേ, എന്റെ മോന് മോൻ അതിലൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ തൊട്ടടുത്തെത്തി, നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടിലെത്തി. നാളെ ഒരു പക്ഷെ എന്തുകൊണ്ട് എന്റെ വീട്ടിലെത്തിക്കൂടാ? അതിന് എത്രയും വേഗം അതിനെ കണ്ടെത്താനുള്ള ശേഷിയില്ലെങ്കിലും നമ്മൾ ഉമ്മമാരെത്തണം. അതിനെ കണ്ടെത്താനുള്ള ശേഷിയില്ലെങ്കിലും നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ മക്കൾ വഴിപിടിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് എല്ലാത്തിനെ കുറിച്ച് പുതിയ കാലഘട്ടമാണ്. എല്ലാത്തിനെ കുറിച്ചും എത്ര ആഴത്തിലും അറിയാനും മനസ്സിലാക്കാനുമുള്ള സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്, വിരൽത്തുമ്പിലുണ്ട്. ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി, അതിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് മുമ്പിൽ വരും. അതിനാണ് നമ്മൾ നമ്മുടെ സമയം ചെലവഴിക്കേണ്ടത്, അതിന് കൂടിയാണ് നമ്മൾ നമ്മുടെ സമയം ചെലവഴിക്കേണ്ടത്. കാരണം ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. നമ്മുടെ മക്കളുടെ കയ്യിൽ ഒരു പക്ഷെ എത്തിയേക്കാം, കൊടുത്തേക്കാം, ആർക്കും സംശയം തോന്നൂല. അപ്പോ ഈ ഉമ്മനെ ഇരുത്തിയിട്ട് ഞാനത് പറഞ്ഞു കൊടുത്തു, ഇത് റോളിംഗ് പേപ്പറാണ്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് അതേപോലെ അമ്മയുടെ അടുത്ത് പറഞ്ഞു. ഒരു പക്ഷേ ഡ്രഗ്സ് യൂസ് ചെയ്യാത്ത, നാർക്കോട്ടിക് പ്രോഡക്ട്സ് ഒന്നും ഉപയോഗിക്കാത്ത ഒരു കുട്ടിയുടെ കയ്യിൽ ഇത് വരില്ല.
ഒരിക്കലും ഇത് എത്തൂല. അതുകൊണ്ട് നിങ്ങളുടെ മകന് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആ ഉമ്മാക്ക് തെളിയിച്ചു കൊടുത്തു. പിന്നെ ബ്ലഡ് ടെസ്റ്റിന്റെ ആവശ്യമില്ല, അവൻ എന്താ ഉപയോഗിക്കുന്നത് നമുക്ക് കിട്ടി, അതിനുള്ള ചികിത്സ അവന് കൊടുത്താൽ മതിയാവും. പ്രിയപ്പെട്ടവരെ, ഇത് ഈ രൂപത്തില് ഡ്രഗ്സ് ഉപയോഗിച്ച് അതിന് അഡിക്റ്റ് ആയിക്കൊണ്ട് ഒരു കുഞ്ഞിനെ കൊണ്ടുവരാണ്. അതിന്റെ കാരണം അതുമൂലമാണ് അവൻ ഈ സ്വഭാവ വൈകല്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത്. അങ്ങനെ ഈ കുട്ടിയുടെ അടുത്തും കൗൺസിലിംഗിൽ സംസാരിക്കുന്നതിനിടയിൽ ഇതിന്റെ ഭവിഷ്യത്തുകള്, ഈ ഡ്രഗ്സ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും കുടുംബത്തിനും സാമൂഹികമായും ഒക്കെ ഉണ്ടാക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനിടയിൽ നേരത്തെ ആ പെൺകുട്ടി ചോദിച്ച അതേ ചോദ്യം ഇവർ എന്നോട് ചോദിക്കണം. അല്ല ഡോക്ടറെ, ഈ പറഞ്ഞ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ട്, ഈ പറഞ്ഞ സമൂഹത്തിനും കുടുംബത്തിനും കൂട്ടുകാർക്കും കസിൻസിനൊക്കെ വേണ്ടിയിട്ട് എന്തിനാണ് എന്റെ ഇഷ്ടത്തെ, എന്റെ എൻജോയ്മെന്റ്സിനെ, എന്റെ ആഗ്രഹങ്ങളെ, ഞാൻ സ്വപ്നം കാണുന്ന കാര്യങ്ങളെ എന്തിനാണ് ഞാൻ മാറ്റി വെക്കുന്നത്? അവരുടെ ചോദ്യം എന്താണ്? എന്റെ ഇഷ്ടമാണ്, എന്റെ മൈ ലൈഫ് മൈ ചോയ്സ്. കേട്ടിട്ടവള് മൈ ലൈഫ് മൈ ചോയ്സ് കുറെ കേട്ടിട്ടില്ല. നമ്മുടെ കുട്ടികൾ പറയുന്നതാണ് മുടി വെട്ടട്ടെ നോക്കുമ്പോ നമ്മൾ സമ്മതിക്കോ? ആര്? പെൺകുട്ടി. പെൺകുട്ടി മുടി വെട്ടട്ടെ എന്ന് വെച്ചാല് സമ്മതിക്കില്ല. ഇനി ആൺകുട്ടിയോ? ആൺകുട്ടിനെ കൊണ്ട് മുടി വെട്ടിക്കുകയും ചെയ്യും, അല്ലെ? അതൊക്കെ ഓരോ വിരോധാഭാസങ്ങളാണ്. അതൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമേ അല്ല. ഒരു മുടിയിലൊന്നും തൂങ്ങി നിൽക്കേണ്ടതല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ധാർമ്മികത എന്ന് പറയുന്നത്. മുടിയിലല്ല കാര്യം, കുട്ടികളുടെ ഹൃദയമാണ്, അവരുടെ മനസ്സാണ് നമ്മൾ ശുദ്ധമാക്കേണ്ടത്. ഇച്ചിരി ആൺകുട്ടികൾ ഇത്തിരി മുടി വളർത്തിച്ചിട്ടൊന്നും സംഭവിക്കാൻ പോണില്ല, ഇല്ലേ? പെൺകുട്ടികള് ഈ തട്ടത്തിനുള്ളിൽ കാണുന്ന മുടിയല്ലേ, അല്ലെ? അത് കുറച്ച് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതിന്മേലൊക്കെ പിടി തൂങ്ങി വീട്ടിൽ പ്രശ്നങ്ങളും കലഹങ്ങളും ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക, മക്കളോടുള്ള ഇന്റിമസി അവിടെ കളയരുത്, അല്ലെ? ഒരു മുടി വെട്ടുന്ന കാര്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്ത് കച്ചറയും പ്രശ്നവും ബഹളവും ഉണ്ടാക്കി മക്കൾ നമ്മളിൽ നിന്ന് അകന്നു പോയാൽ മുടിയേക്കാൾ വലിയ തെറ്റുകൾ അവരവിടെ ചെയ്യുന്നുണ്ടാവും. അതുപോലും നമ്മൾ അറിയാതെ പോകും, അതുപോലും അവർ നമ്മളോട് പങ്കുവെക്കാതെ പോകും. എന്റെ അമ്മാനോട് അതൊന്നും പറയാൻ പറ്റൂല. ഒരു മുടി വെട്ടാൻ സമ്മതിക്കാത്ത അമ്മാനോടാ ഇനിയിപ്പോ ഇത് പോയി പറയണേ, എന്റെ വീട്ടില് ബദൽ നടക്കുന്നു പറയുന്ന കുട്ടികളെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ വിട്, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ ലീവിറ്റ്. ഇങ്ങനത്തെ വലിയ വിഷയങ്ങളൊക്കെ നമ്മളെ കുടുംബങ്ങളിലും കുട്ടികളിലും ഒക്കെ ഇങ്ങനെ കൊടികുത്തി വാഴുമ്പോൾ അതിലേക്ക് വരാൻ കുറച്ചു നേരം നമുക്ക് പ്രിയപ്പെട്ടവരെ. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് അവന്റെ സുഖം, അവന്റെ ആനന്ദം എന്തിനാണ് അവളും അവനും ഒക്കെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ട് ഇല്ലാതെ ആക്കണേന്ന്. ദാറ്റ് മീൻസ് അതിന്റെ അർത്ഥം കുടുംബം എന്തിനാണ്, അല്ലെ? എന്തിനാണ് കുടുംബം? അപ്പൊ നമ്മളൊക്കെ വന്നിട്ടുള്ളത് ഒരു കുടുംബത്തിൽ നിന്നാണ്, നമ്മളൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ് ഇന്നിവിടെ വന്ന് നിൽക്കുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവർ ഇപ്പോൾ മനസ്സിലാക്കണം, കുറച്ചു കാലം കൂടി കുടുംബം എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം ഉണ്ടല്ലോ, ഉമ്മ വാപ്പ മക്കള് മരുമക്കള് വല്യമ്മ വല്യപ്പ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുടുംബം ബന്ധങ്ങള്, മുറിച്ചാലും മുറിയാത്ത, പറഞ്ഞയച്ചാലും അത് അകന്നു പോവാത്ത ഈ ബന്ധങ്ങൾ ഉണ്ടല്ലോ, അത് കുറച്ചു കാലം കൂടി ഉണ്ടാവുള്ളൂ. യുവാൻ നോഹ ഹരാരെ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞരുണ്ട്. യുക്തിവാദികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഒരു ബുദ്ധിജീവിയാണ്, ഒരു ഫിലോസഫറാണ്. 42-45 വയസ്സൊക്കെ കാണുള്ളൂ. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ 3 പുസ്തകങ്ങളുണ്ട്. ഒന്ന് ഹോമോ സാപ്പിയൻസ്, ഒന്ന് 21 ലെസൺസ് ടു 21st സെഞ്ച്വറി, പിന്നെ ദ ഹ്യൂമൻ കൈൻഡ്.